റായ്പൂർ ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് മികച്ച തുടക്കം. വിരാട് കോഹ്ലിക്കും ഋതുരാജ് ഗെയ്ക്വാദിനും അർദ്ധ സെഞ്ചുറി. 2 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 210 റൺസ് പിന്നിട്ടു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് ചേരുകയാണ്. ഖിലാഫ്, ടോസ് നഷ്ടപ്പെട്ടാണ് ഇന്ത്യ ക്രീസിലെത്തിയത്. പക്ഷേ തുടർച്ചയായി 2ാം മത്സരത്തിലും വിരാട് കോഹ്ലി ഒരു മികച്ച പ്രകടനം നടത്തുകയാണ്. തീർച്ചയായും രുചിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് ഒരു മികച്ച തുടക്കം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് വെറ്ററൻ താരമായിട്ടുള്ള വിരാട് കോഹ്ലിയുടെ തുടർച്ചയായ 3ാം അർദ്ധ സെഞ്ചുറിയാണ്. നേരത്തെ ഓസ്ട്രേലിയയിൽ നടന്ന ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. പിന്നാലെ വന്ന ദക്ഷിണാഫ്രിക്ക ഏകദിനത്തിൽ സെഞ്ചുറി നേടി വിമർശകർക്കുള്ള മറുപടി നൽകിയത് അതേ ഫോം തന്നെ ഇന്ന് റായ്പൂരിലും തുടരുകയാണ്. താരം ഇപ്പോൾ 72 റൺസാണ് നേടിയത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഒപ്പം തന്നെ ഋതുരാജ് ഗെയ്ക്വാദിന്റെ ഒരു മികച്ച ഇന്നിങ്സ്, അതായത് നീണ്ട കാലത്തിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും ആഭ്യന്തര ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടും താരത്തിന് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്തിരുന്നില്ല. ഇതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് താരം ഇന്ന് കാഴ്ചവെച്ചത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ആദ്യം ഒരു മികച്ച തുടക്കം ലഭിക്കുന്നു. 45 റൺസിന് യശസ്വി ജയ്സ്വാൾ പുറത്താവുന്നു. പിന്നാലെ 62 റൺസ് എടുക്കുന്നവരുടെ രോഹിത് ശർമ്മയും പുറത്താകുന്നു. പിന്നാലെ വന്ന ഗെയ്ക്വാദും അതേപോലെ തന്നെ വിരാട് കോഹ്ലിയുമാണ് ഇന്ത്യയുടെ സ്കോർ ഇപ്പോൾ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 3ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 152 റൺസിൻ്റെ കൂടുതൽ റൺസാണ് ഇപ്പോൾ കൂട്ടുകെട്ട് പടുത്തുയർത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ ഒരു മികച്ച സ്കോറിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് 221 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയുള്ളത്. രുചീഷ്. ശരി ഖിലാഫ്, എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ 349 റൺസ് സ്കോർ ചെയ്തിട്ടും വലിയ പോരാട്ടം നടത്തേണ്ടി വന്നു ഇന്ത്യക്ക് ജയിക്കാൻ. അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു കൂറ്റൻ ലക്ഷ്യം തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ 32 ഓവർ പിന്നിടുമ്പോൾ 221-ന് 2 വിക്കറ്റ് എന്ന നിലയിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ ഋതുരാജും വിരാട് കോഹ്ലിയും ക്രീസിലുണ്ട്.